Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽസ് ഫോർ ബിസിനസ് സക്സസ്. ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എന്താണ് ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ, ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു ഏകകം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്, ഒരു അളവ് അല്ലെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ആർ ദെൻ കൺസിഡേർഡ് ആസ് എ സ്ട്രാറ്റജിക് എലമെന്റ് ഇൻ എനി ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആൻഡ് ദേ ഡിസേർവ് ഹൈ അറ്റൻഷൻ ഫ്രം ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, നോട്ട് ഓൺലി ഇൻ ദ റിക്രൂട്ട്മെന്റ് ഫേസ് ബട്ട് ഓൾസോ ഡ്യൂറിങ് ദ ഹോൾ പ്രൊഫഷണൽ കരിയർ ഓഫ് എംപ്ലോയീസ്. നമ്മളൊരു എംപ്ലോയീനെ ഹയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രം നല്ല രീതിയിൽ പെരുമാറിയിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുന്നത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഒക്കേഷൻ അനുസരിച്ച് അവിടുത്തെ ആ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു എംപ്ലോയി എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ പറയണം, ഡു ഓർ ഡോൺസ്, അല്ലേ, എന്ത് ചെയ്യണം ചെയ്യരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവണം. അതിനോടനുബന്ധിച്ച് പല കഴിവുകളും വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ തന്നെയാണ് ആ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. The quality of the industry in terms of quality of the product of the organization or the services and of workers' life strongly depends on the soft skill possessed by people at any level. ഏത് നിലയിൽ ജോലി ചെയ്യുന്ന ആളുകളും ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ പൊസിഷൻ അനുസരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്താണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സോഫ്റ്റ് സ്കില്ലിൽ പ്രധാനമായിട്ടും പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ്, ഓരോ വ്യക്തികളുടെയും മനോഭാവങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, വ്യക്തിത്വങ്ങൾ, ആൻഡ് ഇൻഹറൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ക്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് നീഡഡ് ഫോർ സക്സസ് ഓൺ ദ ജോബ്. ഒരു ജോബിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സക്സസ് ആവുക എന്ന് പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള കഴിവുകളും കൂടി അത്യാവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. സോ ക്യാരക്ടറൈസ് ഹൗ എ പേഴ്സൺ ഇൻട്രാക്ട്സ് ഇൻ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പറയാം, സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബിൽ എൻട്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള വർക്കേഴ്സിനോടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ഇൻട്രാക്ഷൻസ് എങ്ങനെ വേണം എന്നതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും സോഫ്റ്റ് സ്കില്ല്, പിന്നെ നമ്മുടെ ഇമോഷൻസ്, ഇൻസൈറ്റ്, അതെല്ലാം അതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോക്കാം. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര പോയിന്റിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ടേം ഒന്നല്ല, എങ്കിലും കം ഇൻ മെനി ഫോംസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് സോഷ്യൽ സ്കിൽസ്. മെയിനായിട്ട് ഓരോ വ്യക്തികളും അവരുടെ ചുറ്റുവട്ടവും അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാമൂഹികപരമായിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് വൺസ് ഓൺ പേഴ്സണൽ ട്രെയ്റ്റ്സ്, നമ്മുടെ സംസാര രീതികൾ, പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ, വർക്ക് പ്ലേസിലും അതിനുള്ള ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്നുള്ള. എങ്കിലും അത് കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്ന കുറച്ച് പോയിന്റ്, ഒന്ന് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഓരോ ആളുകളോടും ഇടപെടുന്ന രീതികൾ, എന്തൊക്കെ സംസാരിക്കാം, എങ്ങനെയൊക്കെ സംസാരിക്കണം, അപ്പോൾ ആ കമ്മ്യൂണിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കോപ്പിംഗ് അണ്ടർ പ്രഷർ, അല്ലേ, നമുക്ക് വർക്ക് പ്രഷറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ സമയമൊക്കെ എങ്ങനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം, എങ്ങനെ അതുമായി പൊരുത്തപ്പെട്ട് പോകണം, അതൊക്കെ ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. എംപതി ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. എംപതി എന്ന് പറയുമ്പോൾ എന്താ, ഒരാളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നുന്നു. പക്ഷേ നമ്മൾ അവിടെ എംപതി, അത് സിമ്പതിയാണ്. എംപതി എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ അവരുടെ ഒരു അവസ്ഥയിൽ കാണുക, അതിനാണ് എംപതി എന്ന് പറയുന്നത്. അതിന് ഇമോഷണൽ ഇൻ്റലിജൻസ്, എങ്ങനെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഫ്ലെക്സിബിലിറ്റി, ഓപ്പൺനെസ് ആൻഡ് എബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ച്. എങ്ങനെയാണ് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒത്തുപോകേണ്ടത്, അഡാപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനോട് പൊരുത്തപ്പെട്ട് പോകേണ്ടത് എങ്ങനെയാണ്, മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം, ഒരു തുറന്ന മനസ്ഥിതി എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇപ്പോഴും നമുക്ക് വളർച്ച വേണം അല്ലെങ്കിൽ ഉയർന്നു വരണം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം, ഇതെല്ലാം സോഫ്റ്റ് സ്കില്ല് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പ്രൊഫഷണലിസം ആണല്ലോ. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷനിലേക്ക് എങ്ങനെയാണ് പ്രൊഫഷണലിസം കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വൈറ്റൽ പാർട്ട് ഓഫ് അവർ ഡെയിലി റുട്ടീൻസ്. നമ്മുടെ ഏത് മേഖലയിലുള്ള ആളുകളായിക്കോട്ടെ, വീട്ടിലെ ചെറിയ കുട്ടി മുതൽ വയസ്സായ ആളുകൾ വരെ ഇടപെടുന്ന
അവരുടേതായ ഒരു സർക്കിളിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പേഴ്സണൽ ആയിക്കോട്ടെ, കാഷ്വൽ ടോക്കുകളായിക്കോട്ടെ, പ്രൊഫഷണൽ ടോക്കുകളായിക്കോട്ടെ, അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താണ്, ഇൻട്രാക്ഷൻ വിത്ത് ദോസ് വി വർക്ക് വിത്ത്, നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു, ആരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു, വെദർ വി ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദം ഓർ നോട്ട്, അവരുമായിട്ടുള്ള നമ്മുടെ അടുപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആണോ അല്ലയോ എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് അബൌട്ട് പാസിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാം എന്തിനാണ് വാർത്താവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, പാസിങ് ഇൻഫർമേഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു അറിവ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകർത്തുക അല്ലെങ്കിൽ പാസ് ചെയ്യുക അല്ലേ. കമ്മ്യൂണിക്കേഷൻ ദിസ് മീൻസ് ഓഫ് ബോത്ത് ആൻഡ് സെൻഡിങ്, ബോത്ത് ദ സെൻഡിങ് ആൻഡ് ദ റിസീവിങ് ഓഫ് ദ മെസ്സേജ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നതും അത് സ്വീകരിക്കുന്നതും രണ്ടിനും നല്ല തുല്യ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വേർബൽ കമ്മ്യൂണിക്കേഷൻ therefore require both the speaker or writer to transmit the message and listener or reader to make sense of the message. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ രണ്ടാളുകളുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ പറയുന്ന ആള് അല്ലെങ്കിൽ എഴുതുന്ന ആള്. ഇനി അവർ കൊടുക്കുന്ന ആ മെസ്സേജ് കേൾക്കുന്ന ആളോ അല്ലെങ്കിൽ വായിക്കുന്ന ആളോ, അങ്ങനെ ഈ രണ്ട് വിഭാഗം ആളുകളുണ്ട് ഇതിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ഇമ്പാർട്ടിങ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഡെയിലി ലൈഫിലെ വളരെ എസെൻഷ്യൽ പാർട്ട് കൂടിയാണ്. അത് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ആവാം, വേർബൽ വാക്കുകൾ കൊണ്ടാവാം, നോൺ വേർബൽ ആയിരിക്കാം, വാക്കുകളല്ലാതെ നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാം, റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കിയിട്ട്. വി ആർ കോൺസ്റ്റൻ്റ്ലി സീക്കിംഗ് ടു കണക്ട് വിത്ത് അതർ ഹ്യൂമൻ ബീങ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. പല ആളുകളുമായിട്ട് നമുക്ക് ഇടപഴകുന്നതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എബിലിറ്റി ടു ഗിവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്. നമ്മൾ വാക്കുകൾ കൊണ്ടാണ്, വായ കൊണ്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ അവിടെ എബിലിറ്റി ടു ഗിവ്, കൊടുക്കാനും റിസീവ് ചെയ്യാനും വരുന്നുണ്ട്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ മീറ്റിംഗ്സ് ആൻഡ് വെർബലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഇൻ എ ബിസിനസ് കോണ്ടെക്സ്റ്റ്. ഒരു ബിസിനസ്സിൻ്റെ സന്ദർഭത്തിൽ പറയുമ്പോൾ നമ്മൾ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ കൺവേ ചെയ്തോ, അല്ലെങ്കിൽ ആർക്കാണോ ആ മെസ്സേജ് കൊടുക്കുന്നത് അവർ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവിടെ വളരെ പ്രാധാന്യമുണ്ട്. ത്രൂ ഗെസ്റ്റേഴ്സ് അവിടെ യൂസ് ചെയ്യാം, നമ്മൾ ആംഗ്യം ആക്ഷൻ കാണിക്കുക, ആംഗ്യഭാഷ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ കൊണ്ടും ഒക്കെ കാണിക്കാം, ഇൻഫ്ലെക്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻ കൊണ്ട്, ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചുകൊണ്ട് നമ്മൾ വാക്കുകൾ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് കൺവേ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു പ്ലാൻ ആൻഡ് പ്രസൻറ്റ് ഐഡിയാസ് ഫ്ലുവൻ്റ്ലി ആൻഡ് ക്ലിയർലി. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടിയിട്ട് പറയുമ്പോൾ നല്ല രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ എബിലിറ്റി ടു പ്ലാൻ, നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഐഡിയാസ്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ആശയങ്ങളെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, ഫ്ലുവൻ്റ് ആയിട്ട്, ഒരു ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന പോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ആൻഡ് വളരെ ക്ലിയർ ആയിട്ട് നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ് പറയുക. യൂഷ്വലി വിതിൻ എ ഡിഫൈൻഡ് ടൈം പീരീഡ്. സാധാരണ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ആവശ്യമുള്ള സമയത്തുള്ള ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, ആവശ്യമില്ലാത്ത സമയത്ത് അത് കിട്ടേണ്ട യാതൊരു കാര്യമില്ല. ആൻഡ് ദ എബിലിറ്റി ടു വാരി ദ ടോൺ, ചില സമയത്ത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ടോൺ ഒന്ന് മാറ്റേണ്ടി വരും, നമ്മുടെ പിച്ച് ഒന്ന് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. ആൻഡ് പേസ് ഓഫ് ദ പ്രസൻറ്റേഷൻ, എവിടെയൊക്കെ നിർത്തി പറയണം, ടു ഗെറ്റ് ദ ഡിസൈഡ് റെസ്പോൺസ് ഫ്രം ദ ഓഡിയൻസ്. നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ്, അവരുടെ ഡിസൈഡ് റെസ്പോൺസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആൻഡ് ഏത് ടോണിൽ പറയണം, വളരെ സ്ലോയിൽ വേണോ, നല്ല സ്പീഡിൽ വേണോ, നല്ല ഉറക്കെ പറയണോ, നല്ല ശബ്ദം താഴ്ത്തി പറയണോ, എവിടെയൊക്കെ നമ്മളൊന്ന് നിർത്തണം ഒരു മിനിറ്റ്, അവരുടെ ആ ഒരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സോ ദർ ആർ 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻഡേഴ്സ് ആൻഡ് റിസീവേഴ്സ്. അപ്പോൾ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് അയക്കുന്ന ആളും
സ്വീകരിക്കുന്ന ആളും അല്ലെ, ആ രണ്ട് പേർക്കിടയിൽ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഴുതി തയ്യാറാക്കുന്ന കാര്യങ്ങൾ. 2 സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് അത് കൺവേ ചെയ്യാം. 3 ലിസണിങ്, കേട്ടുകൊണ്ടും നമുക്കത് ചെയ്യാവുന്നതാണ്. ആൻഡ് കണ്ടക്ടിങ് മീറ്റിംഗ്സ്, പിന്നെ നമുക്ക് എന്താണ് ഒരുമിച്ച് ഒത്തുകൂടിയിട്ട് കാര്യങ്ങൾ പറയുക. അങ്ങനെ 4 തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഈ 4നും തുല്യ പ്രാധാന്യം തന്നെയാണ് വർക്ക് പ്ലേസിൽ അതിൻ്റെ ഒരു സക്സസ്സിന് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്തിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? വളരെ ഇഫക്റ്റീവ് ആയിട്ടൊരു പ്രൊഫഷൻ ആണെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. എന്താണ്, ഒരാൾക്ക് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള കഴിവ്. ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ മാനർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ഒക്കേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ നിർത്താതെ സംസാരിക്കുമായിരിക്കാം, പക്ഷേ അത് വേണ്ട കാര്യമാണോ വേണ്ടാത്ത കാര്യമാണോ എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കും. അല്ലാതെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഒക്കേഷനിൽ എന്താണോ അഭികാമ്യമായത്, അപ്രോപ്രിയേറ്റ് ആയിരിക്കുന്ന ആ രീതിയിൽ വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എനി ഇൻട്രാക്ഷൻ ദാറ്റ് മേക്സ് യൂസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ഈസ് കൺസിഡേർഡ് ആസ് എ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുക, സ്റ്റാഫിനെ വിളിച്ചുകൂട്ടി മീറ്റിംഗ് ചെയ്യും, ചിലപ്പോൾ ടെലിഫോണിലൂടെ നമ്മൾ കാര്യങ്ങൾ നടത്തും, ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും, പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും യൂസ് ചെയ്യപ്പെടുന്നത് ഒരു ബോർഡ് മീറ്റിംഗ്, അത് ഡിഫറെൻ്റ് ആയിരിക്കും ഫ്രം എ സ്റ്റൈൽ ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ അപ്രോപ്രിയേറ്റ് ഫോർ എ വർക്കിംഗ് ലഞ്ച് ആൻഡ് വർക്കിംഗ് ആസ് എ customer service representative or running into a colleague at an out of office event. അങ്ങനെ ഓരോ സന്ദർഭത്തിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ അതൊരു എസെൻഷ്യൽ കോമ്പണൻ്റ് ആണ്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു ലിസൺ ടു കമൻറ്റ്, നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് കേൾക്കുകയും അതിനനുസരിച്ച് മറുപടി കൊടുക്കുകയും കമൻറ്റ് ചെയ്യുകയും ഫ്രം അതേഴ്സ് ആൻഡ് ടു ഒബ്സർവ് ദെയർ റിയാക്ഷൻസ്, അവരുടെ ആ റിയാക്ഷനെ നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻ്റർപേഴ്സണൽ, ഒന്നോ രണ്ടോ വ്യക്തികളുമായിട്ട് മാത്രം നമ്മൾ രണ്ടോ അല്ലെങ്കിൽ ഒരു വളരെ മിനിമം നമ്പർ ഓഫ് പീപ്പിളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ, വ്യക്തികളുടെ ഇടയിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഓഡിയൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. ഒരു 300 പേര്, 500 പേര്, 1000 പേരുടെ മുമ്പിൽ നിന്ന് നമ്മൾ സംസാരിക്കുക പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് ടു ഷെയർ ഇൻഫർമേഷൻ വിത്ത് അതർ പീപ്പിൾ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷനെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ദെർഫോർ ഇൻക്ലൂഡ് ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ടും, ഓറലി നമുക്ക് പറയാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ് അല്ലേ. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ഇൻ്റർപേഴ്സണലും പബ്ലിക് സ്പീക്കിംഗുമാണ് പറയുന്നത്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോം ഓഫ് വെർബൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു ഫോർമൽ പ്രസൻറ്റേഷൻ ആയിരിക്കും ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യാം. അത് വളരെ ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ മസ്റ്റ് ബി പ്രിപ്പയർഡ്. അങ്ങനെയൊക്കെ നമുക്ക് പോയി സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആ വ്യക്തികളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ആൻഡ് പ്രിപ്പയറിംഗ് ദ സ്പീച്ച് ടു ഫിറ്റ് ദ ഓഡിയൻസ്, നമ്മളെപ്പോഴും ഓഡിയൻസ് ആരാണോ, നമ്മുടെ മുമ്പിലിരുന്ന് ഇത് കേൾക്കാൻ വരുന്ന ആളുകൾ എന്താണോ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ ആ സ്പീച്ച് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ് ടു എ ഗ്രൂപ്പ് ഓഫ് ഹൈ സ്കൂൾ സ്റ്റുഡൻസ് ഈസ് ഡിഫറെൻറ്റ് ദാൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഗ്രൂപ്പ് ഓഫ് സീനിയർ സിറ്റിസൺസ്. നമ്മൾ ഒരു ക്ലാസ് മുറികളിൽ പോയിട്ട് കുട്ടികൾക്ക് എടുക്കുന്നതും നമ്മുടെ മുമ്പിൽ സീനിയർ സിറ്റീസിനായുള്ള ആൾക്കാർക്ക് എടുക്കുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രൊഫഷണലി ഡെലിവേർഡ് സ്പീച്ച് എപ്പോഴും വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ആൻഡ് ദോ ഔട്ട് കൺവിൻസസ് ദ ലിസണർ ടു നോ വൈ യു ആർ ടോക്കിംഗ് എബൌട്ട്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിന് അറിഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വരുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്.
ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറച്ചും കൂടി അത് ഫാസ്റ്റായിട്ട് മാറുകയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് അറിയാമല്ലായിരിക്കും. ഇമെയിലിലൂടെ ബ്ലോഗുകൾ, ടെക്സ്റ്റ് ചെയ്യാം, ഇൻ്റർനെറ്റ് കോൺഫറൻസുകൾ, റിസർച്ച് ആൻഡ് ടെലികോൺഫറൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതൊക്കെ പ്രൊഫഷണൽസ് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉള്ളവരും മനസ്സിലാക്കിയവരും അതിലൊക്കെ നല്ല രീതിയിൽ കൈയടക്കിയ ആളുകളും ആയിരിക്കണം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇലക്ട്രോണിക് മെയിലൊക്കെ വളരെ പെട്ടെന്ന് ഡോക്യുമെൻറ്റ്സ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുക, ആൻഡ് നമുക്ക് പിന്നീട് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ സാധിക്കാം. അപ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ വേ ഓഫ് ദ ഫ്യൂച്ചർ. ഇനി ഭാവിയിലൊക്കെ അങ്ങോട്ട് ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു, എന്നാലും ഏറ്റവും നല്ലൊരു ഭാവിയുള്ള ഒരു വിഭാഗമാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയതാണ് ഫാക്ടേഴ്സ് ഓഫ് ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല ഒരു ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ്, നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് അറിവുണ്ടാവുക എന്നുള്ള. അറിവ് എവിടുന്നാണ് നമുക്ക് നേടാൻ പറ്റുക, നല്ല പരന്ന വായന, അതിനാണ് വൈഡ് റീഡിങ് എന്ന്. വെറുതെ ഒരു വായന കൊണ്ടൊന്നും ഒരാൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് ബുക്സ് വായിച്ച് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ നല്ല തറോ ആയിരിക്കുക എന്നാണ് പറയുന്നത്. വൈഡ് റീഡിങ് ഇംപ്രൂവ്സ് വൊക്കാബുലറി ആൻഡ് ഹെൽപ്സ് ടു എക്സ്പ്രസ് ഐഡിയാസ് മോർ ക്ലിയർലി. നല്ല രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക് എന്താ, നല്ല നല്ല വാക്കുകൾ കൊണ്ട് അമ്മാനാടുക എന്ന് പറയില്ലേ, നല്ല വാക്കുകൾ ഉപയോഗിക്കുക, നമ്മുടെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, രസിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്ക് വളരെ ക്ലിയർ ആവുന്ന രീതിയിലെ വാക്കുകൾ കൊണ്ട് അവർക്ക് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റും. അത് വൈഡ് റീഡിങ്ങിൻ്റെ ഗുണമാണ്. ആൻഡ് എലിമിനേറ്റ് വീക്ക്നെസ് ഇൻ ലാംഗ്വേജ് സ്കിൽസ്. നമുക്ക് ഏത് ഭാഷയിലാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ലാംഗ്വേജ് സ്കില്ലിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നല്ല രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക് ആ ലാംഗ്വേജ് നല്ല ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു റീഡ് തിങ്സ് റെലവൻറ്റ് ടു ദ ഫീൽഡ്. പിന്നെ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് ആ ഒരു ഫീൽഡിൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം അവിടെ പറയുന്നത്. ബിസിനസ്, ടെക്സ്റ്റ്, അങ്ങനെ ന്യൂസ് പേപ്പർ, പബ്ലിക്കേഷൻ എന്താണോ അതുമായി ബന്ധപ്പെട്ട്. അപ്പം നല്ല രീതിയിലൊരു വൈഡ് റീഡിങ് അവിടെ ആവശ്യമാണ്. രണ്ടാമത് പ്രിപ്പറേഷൻ. നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണമെങ്കിൽ രണ്ടാമത് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഡെഫിനറ്റ്ലി നമുക്കത് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആഡക്വേറ്റ് പ്രിപ്പറേഷൻസ് വേണം എന്നുള്ളതാണ് പറയുന്നത്. ട്രിക്കി ക്വസ്റ്റ്യൻസ് ടു മേക്ക് പ്രസൻറ്റേഷൻ ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് അവരെ ബോറടിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ക്ലിയറായി മനസ്സിലാവും. അപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ട് പോകാനുള്ള ട്രിക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ട്രൈ ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഒരാൾ പറയുന്ന അതേ രീതി അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അതിനുള്ള പ്രിപ്പറേഷൻസ് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ലിസൺ കെയർഫുള്ളി. ലിസണിങ് മോർ ആൻഡ് ടോക്കിംഗ് ലെസ് പ്രൂവ്സ് ടു ബി വെരി ഇഫക്റ്റീവ് ടു ഇംപ്രൂവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളെപ്പോഴും ഒരുപാട് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ലിസൺ ചെയ്യുക, ഒരാൾ പറയുന്നത് എന്തോ അത്രയും കേട്ടിരിക്കുക, ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കുക. ആൻഡ് പ്രൂവ്സ് ടു ബി, അങ്ങനെ വരുമ്പോഴാണ് നല്ലൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് നമ്മളുടെ ഒരു വിശ്വാസം, ട്രസ്റ്റസ് ആൻഡ് ഷോ ദം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ്. അതിൻ്റെ അർത്ഥം എന്താ, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. വെൻ ദേ സ്പീക്ക് മേക്ക് ആൻ ഐ കോണ്ടാക്ട്. എപ്പോഴും സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ആരിയിരിക്കുന്നു അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് നമ്മളിൽ ഉണ്ടാവുന്നുള്ളൂ. നാലാമത്തത് ബോഡി ലാംഗ്വേജ്. നല്ല ക്ലിയർ ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും തോട്ട്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാറിയണം. അതിൻ്റെ ടോൺ, അത് എങ്ങനെ പറയണം എന്നുള്ളത്, ഗസ്റ്റേഴ്സ്, അതിനനുസരിച്ചുള്ള ആംഗ്യ ഭാഷ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖം കൊണ്ടുള്ള ആ ഒരു പറയുന്ന കാര്യത്തിന് മുഖം കൊണ്ടുള്ള ആക്ഷൻസ്, ആൻഡ് നമ്മുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് ഗോ വിത്ത് ദ കോൺവെർസേഷൻ. ആ ഒരു കോൺവെർസേഷൻ നല്ല രീതിയിൽ വരണേ. നമ്മൾ കാണാറില്ലേ, പല ആളുകളുടെയും സംസാരം നമ്മൾ കേട്ടിരുന്നു പോവും. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു അപ്പിയറൻസ് ആണ്. നമുക്ക് അവരുടെ വാക്കുകളാവാം, അവരുടെ ചിന്തകളായിരിക്കാം, അവരുടെ ബോഡി ലാംഗ്വേജോ ഫേഷ്യൽ എക്സ്പ്രഷനോ ഗസ്റ്റേഴ്സോ ടോണോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. എപ്പോഴും കേൾക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. നമ്മൾ പറയുന്ന നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ അത് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണോ, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയും നമുക്ക് കുറച്ചും കൂടിയിട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റുക. അതാണ്
തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണറുടെ പെർസ്പെക്റ്റീവിൽ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആലോചിച്ച് വേണം പറയാൻ വേണ്ടി. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റേഴ്സ് എപ്പോഴും തിങ്ക് ചെയ്യുന്നത് എന്താണ്, ലിസണേഴ്സിനെ എങ്ങനെ ഇത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഗുണം, കമ്മ്യൂണിക്കേറ്റിംഗ് ദ പ്ലാൻ റെസ്പോൺസസ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് വാട്ട് എവർ വി അണ്ടർസ്റ്റുഡ് ആൻഡ് ടെല്ലിംഗ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ റെസിപ്പിയൻസ്. നമ്മൾ ഒരിക്കലും നമ്മൾ പറയുന്ന എല്ലാം മറ്റുള്ളവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊരു ചിന്താഗതി ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റിൽ പറയുന്നത് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും വളരെ ആത്മവിശ്വാസത്തോടു കൂടി വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് പോലും അത് ഫീൽ ചെയ്യും. നമ്മളെ ടെൻഷനായിട്ട് നമുക്കേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുമ്പോൾ ഒരിക്കലും അത് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ആവുന്നില്ല അവിടെ. അപ്പോൾ വളരെ കോൺഫിഡൻറ്റ് മാനറിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേൾക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിന് നമ്മളിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സെവറൽ ഫാക്ടേഴ്സ് വേറെ ഉണ്ട് ഇമ്പാക്ട് ദ എബിലിറ്റി ടു സ്പീക്ക്. ഒന്ന്, സംസാരിക്കാൻ ഒരു കഴിവ് തന്നെ വേണം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഇൻക്ലൂഡിങ് ദ കമാൻഡ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അതിനെക്കുറിച്ച് മാക്സിമം പഠിച്ചിട്ട് വേണം അവിടെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഉതകുന്ന വാക്കുകൾ ഉപയോഗിക്കുക, വേർഡ് ചോയ്സ്, അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അത് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ടോൺ, നമ്മുടെ വോയിസ്, ബോഡി ലാംഗ്വേജ് ആൻഡ് എബിലിറ്റി ടു മേക്ക് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് വിത്ത് ഓഡിയൻസ്. ആ ഓഡിയൻസുമായിട്ട് അവരുടെ കണ്ണുകളിൽ നോക്കി നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് 7ാമത്തെ പോയിന്റിൽ പറയുന്നത് ഡെവലപ്പ് സ്കിൽസ്. എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഹാർഡ് ഓൺ ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എപ്പോഴും ഇങ്ങനെ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. വി ക്യാൻ ലേൺ ടു ഹെൽപ്പ് ഇംപ്രൂവ് ഇറ്റ്. മൈൻഡ് മാപ്പിംഗ് ഉണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സസ്, ഇതൊക്കെ ഒരാൾക്ക് അവരുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ മൈൻഡ് മാപ്പിംഗ് പോലെ പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ മാപ്പ് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാനുള്ളൊരു കഴിവുണ്ടാവും അല്ലേ, അത് മൈൻഡ് മാപ്പിംഗ് ആണ്. വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, അതേപോലെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ ധാരാളമുണ്ട് ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് മെയിനായിട്ട് പ്രൊഫഷണലിസത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, ഓറൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ടോപ്പിക്കുകളൊക്കെയാണ് പ്രധാന. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലാസ്റ്റ് നമ്മളെടുത്ത ടോപ്പിക്കാണ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വേണ്ടതായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. 7 പോയിന്റുകൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്യുക, അതേപോലെ നന്നായി പ്രിപ്പയർ ചെയ്യുക, ആൻഡ് അവരെ ശ്രദ്ധിക്കുക, ലിസൺ കെയർഫുള്ളി, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് കേൾക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക, വളരെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക, അതിനുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക്